നമസ്കാരം. മണ്ണിനെ മുറിച്ച് മരത്തിന്റെ പേരിൽ കേരളം എന്ന പേര് വീണ മലയാള നാടിന്റെ 64ാം പിറന്നാളാണ് ഇന്ന്. മലയാളികൾക്കും മലയാള പ്രേമികൾക്കും സന്തോഷപൂർവ്വം ആശംസകൾ നേരുന്നു. നാളികേരത്തിന്റെ നാട്ടിലെ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന് പാടിയ കവിയും ഇളം തലമുറയായ നമ്മളും ഒരേപോലെ വാഴ്ത്തുന്ന, അഭിമാനിക്കുന്ന തെങ്ങും തേങ്ങയും നെല്ലും മഴയും പുഴയും നമ്മുടെ സൗഭാഗ്യങ്ങളാണ്. ഇടവപ്പാതയിൽ നനഞ്ഞൊലിച്ച് തുലാവർഷത്തിൽ തലതോർത്ത് നിൽക്കുന്ന സുന്ദരിയാണിപ്പോൾ നമ്മുടെ കേരളം. ഈ മഴയും പുഴകളും തന്നെയാണ് നമ്മുടെ സമ്പത്തും സംസ്കാരവും സന്തോഷവും എല്ലാം. മണ്ണിനെ സമ്പന്നമാക്കുന്ന വരങ്ങളും വിളകളും ശുദ്ധവായുവും ശുദ്ധ ഭക്ഷണവും ഉറപ്പാക്കുമ്പോൾ നമ്മുടെ നാടും നാട്ടാരും സുരക്ഷിതരായിരുന്നു. പച്ചപ്പട്ടണിഞ്ഞ നാട്ടിൽ പച്ചയും കത്തിയും അണിഞ്ഞ കഥകളിയും ധനുമാസത്തിലെ തിരുവാതിരയിലെ കൈകൊട്ടിക്കളിയും ആടി തിമിർക്കുമ്പോൾ രവിവർമ്മ ചിത്രങ്ങളിൽ സൗന്ദര്യ ചിത്രം വിരിയുന്നുമുണ്ട്. തുഞ്ചത്തെഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും എല്ലാം പീലികൾ ചാർത്തിയ മലയാള ഭാഷാ സാഹിത്യത്തിന് കേരള നാടിനേക്കാൾ പ്രായവും പ്രചാരവും ഉണ്ടല്ലോ. കുരുമുളകും ഏലവും ഏത്തപ്പഴവും തുടങ്ങി സംസ്ഥാന ഫലമായ ചക്കയുൾപ്പെടെ ഭക്ഷണ സംസ്കാരം സമ്പുഷ്ടമാക്കുമ്പോൾ ചന്ദനവും ശർക്കരയും തേക്കും മണക്കുന്ന നാട് കൂടിയാണ് നമ്മുടേത്. പമ്പയും പെരിയാറും ഭാരതപ്പുഴയും കിനിഞ്ഞിറങ്ങുന്നത് മണ്ണിൽ മാത്രമല്ല, മനസ്സുകളിൽ കൂടിയാണ്. സഹ്യപർവ്വതവും അറബിക്കടലും അലയും അഴകുമായ കാവലൊരുക്കുമ്പോൾ കരുത്തുള്ളവരാകുന്നു മലയാളി മനസ്സുകൾ. കളരിപ്പയറ്റും അമ്പെയ്ത്തും പരിശീലിച്ച സൈന്യം പഴശ്ശിരാജയുടെ കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നാടിനെ നയിക്കുന്നത്, കാവലാകുന്നത് നമ്മൾ തന്നെയാണ്. ജനാധിപത്യമാണ്, പൗരബോധമാണ്. പ്രിയരെ, ഈ ചിന്തയാണ് ഈ ദിനത്തിന്റെ സന്ദേശവും. പൗരബോധത്തിൽ നിന്ന് ഉയരുന്ന പൗരധർമ്മം, മലയാളികളുടെ പൗരധർമ്മം, മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും കാത്തുവച്ച കണ്ടാസ്വദിച്ച മലയാള നന്മകൾ, പകരം വയ്ക്കാനില്ലാത്ത പൈതൃകം, അതിനെ സമ്പുഷ്ടമാക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം. പ്രളയങ്ങൾ ഒഴുക്കിക്കളഞ്ഞതും COVID-19 കവർന്നെടുത്തതും നമ്മുടെ കരളിന്റെ പാതിയാണെങ്കിലും ഇനിയും ജീവിക്കാനാകും, അതിജീവിക്കാനാകും എന്ന പ്രതീക്ഷയിൽ നിന്നുകൊണ്ട് നമുക്ക് ജയിക്കാം. തുമ്പയും തുളസിയും മുക്കുറ്റിയും പൂക്കളമിടുന്ന ഓണനാളിലേതുപോലെ സമത്വവും സാഹോദര്യവും സന്തോഷവും ലാളിത്യവും ശീലിച്ചും പാലിച്ചും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന നിലയിലേക്ക് ഉയരാം. പുസ്തക വായനയിലൂടെ അറിവും നിറവും നേടി പൂക്കളെ പോലെ നിറമുള്ളതായി പൂമ്പാറ്റകളെ പോലെ പറന്നുയരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.